അയ്യോ തല നേരെ വെച്ചോട്ടെ. അമ്മച്ചി പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടാ. उल्लू का पट्टे भाई आपका भाई माफ करना बहन मैं मदद करूंगा नहीं नहीं വീട്ടിലേക്ക് കൊണ്ടുപോവാം ये मेरा ड्यूटी है चलो पकड़ लो हम मदद करके ले जाते हैं हम लेके जाएगा चलो ദേവി മഹാമായേ പുരുഷ ദൈവങ്ങളെ പാടെ അവഗണിച്ച് സർവ്വനേരവും നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ഞങ്ങളോട് ഈ ചതി ചെയ്യലാമാ? ഞാൻ എല്ലാം അറിയുന്നുണ്ട് മകളെ, നീ പേടിക്കണ്ട. അമ്മാ ദേവി മഹാമായേ നീ താനേ പേശരുത്. മഠത്തിന്റെ മാനം കെടുത്താൻ അവിടെ കയറി കൂടിയിരിക്കുന്ന ആ മഹാമാരണത്തിന്റെ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കൊടുത്ത് നീ അവനെ തിരിച്ചു വിളിക്കണേ. ഇല്ലേനാ നമ്മ മാനം താൻ പോവും. പേടിക്കണ്ട, നിനക്ക് മാനഹാനി വരാതെ ഞാൻ നോക്കാം. പോതും അമ്മ പോതും. ഈ ഭക്തയ്ക്ക് തൃപ്തിയായി. പോതും അമ്മ. ഇവിടെയല്ല ദോ മകളെ യശോദേ. അമ്മേ നിന്റെ ഭർത്താവ് ആരോടും പറയാതെ നാട് വിട്ടിട്ട് ഇന്നേക്ക് 14 ദിവസമായി അല്ലേ? അതെ അമ്മേ. അവന് ഞാൻ കാണുന്നു. ഇവിടുന്ന് 80 കാതം തെക്ക് മാറി പടിഞ്ഞാട്ട് ദർശനമുള്ള ഒരു വീടിന്റെ മച്ചിന്റെ മോളിൽ അവൻ കേറിയിരിപ്പുണ്ട്. എന്തിനാണ് അമ്മ അവിടെ കയറിയിരിക്കുന്നത്? അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല മകളെ, അത് തന്നെ കാരണം. നിനക്ക് പോവാം. ഓം കാളി. അമ്മേ തായേ മഹാമായേ രക്ഷിക്കണേ. കൊച്ചുമോളുടെ കാതിപ്പൂ കളഞ്ഞുപോയി അല്ലേ? അതെ അമ്മേ. വേലക്കാരി ഒന്ന് വരട്ടിയാൽ മതി, സാധനം കിട്ടും. ശരി അമ്മേ. അതെ, ഒരു സംശയം. നിനക്കെന്താണ് അറിയേണ്ടത്? കാട്ടുകള്ളൻ വീരപ്പൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. കാളി. ഇനി മുത്തിയമ്മ ഒന്നും സംസാരിക്കത്തില്ല. കാളിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഇനി വല്ലതും അറിയാനാണെങ്കിൽ നാളെ വരിക. ഓ കാളി ഓ കൊടുക്കൂ. 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് കളത്തിലിടുക. കൈ നീട്ടു. ഇടൂ. കളത്തിലിടാനല്ലേ പറഞ്ഞത്? കാളിയോടാണോ കളി? എനിക്കിതിലൊന്നും ഒട്ടും വിശ്വാസം തോന്നുന്നില്ല. നീ ഒന്ന് ചുമ്മാതിരെ. ഭദ്രകാളി ആവേശിച്ചു കഴിഞ്ഞാ മുത്തിയമ്മ ഇക്രുവിന്റെ ഭൂതകാലം കൃത്യമായിട്ട് പറയും. പിന്നെ പറയും. നീ ആരാണ്? എന്തിനിവിടെ വന്നു? എന്താണ് നിന്റെ പേര്? പറയൂ. പറയാൻ. സത്യശീലൻ. സത്യശീലനോ? നീ ഇപ്പോൾ എവിടെയാണ്? പറയോ. ഭാഗീരഥി അമ്മ ടീച്ചറിന്റെ ക്ലാസ്സിൽ. എത്രാം ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിൽ 2ാം കൊല്ലം. നീ ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്? കേരള പാഠാവലി മലയാളം. മലയാളം? നിന്റെ അച്ഛനാര്? അറിയില്ല. അമ്മയാര്? വീടെവിടെ? നീ എന്തിനിവിടെ വന്നു? എന്തിനു വന്നൂന്ന് പറയ്. നീ പറയില്ലേ? നീ പറയില്ലേ? നീ പറയില്ലേ? അയ്യോ എന്നെ കടിക്കണേ. അയ്യോ എന്നെ രക്ഷിക്കണ്ട. ഇത് സംഗതി വേറെയാ. അയ്യോ പോകാതിരിക്കാൻ പറ്റോ? എനിക്ക് ജീവിക്കണ്ടേ? അയ്യോ എനിക്ക് ജീവിക്കണ്ടേ? പോകല്ലേ അമ്മ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്നെ അടിച്ചതുകൊണ്ടാ ഞാൻ കടിച്ചത് അമ്മൂമ്മ.
അമ്മൂമ്മ നിന്റെ മറ്റവള്. കടങ്ങി ഞാൻ വരൂല വരൂല. அம்பி யாரா இது புதுசா இருக்கான் வந்துட்டேன்னா டேய் தண்ணி பாத்துக்கூடா ഉപദ്രവി മാരണം നീ വാ ജന്തു യൂസ്ലെസ് ഫെലോ വാ ശാന്യ വാടാ ദാ അവിടെ ഉണ്ട് ദാ അത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അവിടെ ഉണ്ട് നോക്കേ. ഇതാര് വേലായുധനോ? ഇന്നലെ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ ആയിരുന്നേ? ഇന്നലെ ഞാൻ പണിയുടെ തിരക്കിലായിരുന്നു. ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യും. ഞാൻ വൈകിട്ട് അങ്ങ് എത്താം. டேய் அம்பி இங்க வாடா. ഇപ്പൊ കുറ്റം മുഴുവൻ നമ്മുടെ നിലയിലായി. ഇതിന്റെ ചോട്ടിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഒരു പുരുഷന്റെ മുമ്പിൽ അവിവാഹിതമായ ഒരു പെണ്ണ് എത്ര നാളെന്ന് വെച്ച് പിടിച്ചു നിൽക്കും? ഓ, എങ്ങനെങ്കിലും ഈ നശൂരത്തിന് ഇവിടെ നിന്ന് ഒഴിച്ചു കിട്ടിയാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പേരുദോഷം കേൾപ്പിച്ചെന്ന് വരും. ഒരു കാരണമില്ലാതെ എന്റെ മോനെ തല്ലി എന്തിനാണെന്ന് എനിക്കറിയണം. നിങ്ങൾ ചോദിക്കാൻ വൈകി, ഞാൻ ചോദിക്കാം. ആകെ പ്രശ്നമായി. തെരുവിലുള്ള ഒരു മുഴുക്ക് നമ്മുടെ വീട്ടിന്റെ വാതിക്കലുണ്ട്. അയ്യോ മാരിയമ്മ നമ്മ മാരം. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന് പറഞ്ഞ് ബോർഡും വെച്ചേച്ച് ആണൊരുത്തെ അകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഇമ്മോറൽ ട്രാഫിക്കിന് കേസെടുക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. രണ്ടൊന്നും അറിഞ്ഞിട്ടുണ്ടെന്ന് കാര്യം. നമ്മളിവിടെ കിടന്ന് വെള്ളം കൂട്ടിയിട്ട് കാര്യമില്ല. സംശയമുള്ള അതെ, ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളായിട്ട് നിയമം ലംഘിക്കുന്നത് ശരിയല്ല. കയറി നോക്കണം നിർബന്ധമാണെങ്കിൽ സ്ത്രീകളാരെങ്കിലും പോയി നോക്കട്ടെ. മതി. എങ്ങനെയുണ്ട്? ചിന്താമണിമാ ദോ. അയ്യോ പിന്നെ ഒന്നുമില്ല, ഷുഗറിന്റെ ലെവല് കുറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇതിനകത്ത് ഒരു ആമ്പർന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കണമെന്ന് വെളിയിൽ നിൽക്കണവർക്ക് സംശയങ്ങളുണ്ട്. ഇതിനകത്ത് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങൾ ഭവനഭേദനത്തിന് കേസെടുക്കും. അസോസിയേഷന്റെ തീരുമാനം ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലേ അവരെല്ലാരും കൂടി അകത്തു വരും. നോക്കിക്കോ, എവിടെ വേണോ നോക്കിക്കോ. കാണാമേ பாக்குறேன் பாக்குறேன் எங்க ஒளிச்சு வைக்க பாரா. അതെ അതെ, നമുക്ക് എല്ലായിടത്തും കയറി നോക്കാം. பாருங்க நீங்க மேல போ. വേഗം ചെല്ലു ചെല്ലു. നിങ്ങൾ വാ. അയ്യോ என்னமோ வந்துட்ட. അച്ചി അകത്ത് പോയാൽ കാണില്ലല്ലോ. അവര് പുറത്തു നല്ല കാണും. ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വേണ്ട. അയ്യോ ഞാൻ പൂവിക്കാൻ വന്നല്ല. എനിക്ക് ഈ മുറി ഒന്ന് നോക്കാം. ഈ മുറി പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ മുറികളും. എല്ലാ മുറിയും കാണണം. നീ ഒന്ന് മാറി ഇങ്ങോട്ട്. എന്റെ വാല്യുബിൾ തിങ്സ് വെച്ചുള്ള റൂമാണിത്. നിന്റെ തിങ്സ് ഒന്നും എനിക്ക് കാണാം. ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനമാണ് ഞങ്ങൾക്ക്. എന്റെ ആന്റി മൊണോലിസ റിസർച്ചിന് വന്നിട്ടുണ്ട്. ശല്യപ്പെടുത്തരുത്. ഓക്കെ, ഞങ്ങൾ ശല്യപ്പെടുത്തില്ല. നീ ഒന്ന് മാറി.